ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സലൂൺ ഡേറ്റ് പ്ലസ് ഷോപ്പിംഗ് ഡേറ്റ് ആണ്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ കൂടെ ഞാൻ ഡേറ്റിന് പോവും. അപ്പം ആദ്യം തന്നെ ഞങ്ങളിവിടെ കഴക്കൂട്ടത്തുള്ള റോക്ക് പേപ്പറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് മിക്ക എന്താ പറയുക സലൂൺ സർവീസ് നമ്മൾ എടുക്കുന്ന ഇവിടെ നിന്നാണ്. ഞാൻ എൻ്റെ ബ്ലൂ ഹെയർ ചെയ്തതെല്ലാം ഇവിടെ നിന്നാണ്. ലാസ്റ്റ് ഞാൻ ഹെയർ കട്ട് ചെയ്ത മാത്രമാണ് ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ചെയ്തത്. അത് വൻ ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ബോട്ടോക്സ് ചെയ്യാൻ എങ്ങനെ പോലും ഒരു 4 മണിയാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. 11 മണിക്ക് നമ്മൾ കൃത്യം എത്തി. എന്നിട്ടും തീരെ 4 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാൻ പോസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ലീനപ്പും ചെയ്തു, ഒരു സ്പായും ചെയ്തു. സ്പാ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മുടി വെട്ടിയാലോ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് എപ്പോഴും മുടി വെട്ടുന്ന ഒരാളുണ്ട്. നമ്മൾ അവരായിട്ട് ഭയങ്കര കമ്പനിയാണ്, ആ ഹെയർ കട്ട് സ്റ്റൈൽ ചെയ്യുന്ന ആളുമായിട്ട്. അപ്പോൾ ഓൾവേസ് കോൾ മീ ദാറ്റ് ബ്ലൂ ഹെയർ. ലൈക്ക് ഞാനാണ് അവിടെ ബ്ലൂ ഹെയർ ചെയ്തിട്ടുള്ള ഒരാൾ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭയങ്കര ഓർമ്മയാണ്. അപ്പോൾ ആ പുള്ളീനോട് പറഞ്ഞപ്പം 1 ഇഞ്ച് പോലും എൻ്റെ ലെങ്ത്ത് കുറയ്ക്കുക, ഒരു ചക്കലം വേണമെങ്കിൽ ട്രിം ചെയ്തിട്ട് ഒരു തുള്ളി എനിക്ക് കാണിച്ചു തന്നു. ഒരു ഇത്തിരി മാത്രമാണ് കട്ട് ചെയ്തത്. അത് കട്ട് ചെയ്യാൻ ഫ്രണ്ടിൽ അമ്മ എൻ്റെ വെട്ടിക്കൊളാക്കിയ ബാങ്ക്സിനെ വരെ റെഡിയാക്കി സെറ്റാക്കി തന്നു. എൻ്റെ ഹെയർ ലൈക്ക് ട്രിപ്പ് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു മേക്ക് ഓവർ എനിക്ക് നടത്തണമെന്നുണ്ടായിരുന്നു. അത് സെറ്റായി. കാരണം എൻ്റെ ഹെയർ ഭയങ്കര അടിപൊളിയായി. മീൻസ് ലെങ്ത്തും കുറഞ്ഞില്ല, ലൈക്ക് ആ ഒരു ലുക്കേ മാറിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അമ്മയുടെ ഹെയർ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് 5 മണിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റൈൽ യൂണിയനിൽ പോയി. കഴക്കൂട്ടത്താണെന്ന് തോന്നുന്നു ആകെ സ്റ്റൈൽ യൂണിയൻ ഉള്ളത്, ട്രിവാൻഡ്രത്ത്. ഐ എം നോട്ട് ഷുവർ. അപ്പം അവിടെ പോകണമെന്ന് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. അങ്ങനെ സ്റ്റൈൽ യൂണിയനിൽ പോയി. മെയിനായിട്ട് ഞാൻ പോയത് എന്തെങ്കിലും മാക്സി ഡ്രസ്സ് കിട്ടുമെന്ന് തപ്പിയിട്ടാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് അധികം സമയമുണ്ട്, അതിൽ വേഗം പോകണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്തതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന റെഡ് ഡ്രസ് വാസ് ഫൈൻ, ബട്ട് എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പോൾ കാണുന്ന എൻ്റെ അമ്മേൻ്റെ ഡ്രസ്സ് ജഡ്ജ് ചെയ്യുന്നതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് ഈ ഒരു ബ്ലൂ ഡ്രസ്സ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ എടുത്തില്ല, അതിന് മുന്നത്തെ ജേഴ്സി ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ സ്റ്റുഡിയോനെക്കാട്ടിലും കുറേ ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട്. ഈ ജ്വല്ലറി ഓർഗനൈസർ, അങ്ങനത്തെ കുറച്ച് ഡിഫറെൻറ്റ് ഐറ്റംസാണ് ഇതിനകത്തുണ്ട് കേട്ടോ. അത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ സ്റ്റൈൽ യൂണിയനിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തൊട്ടടുത്ത് തന്നെ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അപ്പോൾ സ്റ്റുഡിയോയിലും കൂടെ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇതുവരെ മാക്സി ഡ്രസ്സ് കിട്ടിയിട്ടില്ല. ഐ എം നോട്ട് ഷുവർ, ചിലപ്പോഴേ ഞാൻ മാക്സി ഡ്രസ്സ് ഇടുന്നുണ്ടാവുള്ളൂ. കാരണം എനിക്ക് ഒരെണ്ണവും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സ്റ്റുഡിയോ പോയിട്ട് ഞാൻ അവിടെയുള്ള എല്ലാ ബൂട്ടും ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ ഇഷ്ടപ്പെട്ട 3 ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് പറയാം. ഞാൻ ഇപ്പോഴും ബൂട്ട് വാങ്ങിച്ചിട്ടില്ല. ഞാൻ സ്റ്റിൽ ഇങ്ങനെ തിങ്ക് ചെയ്യാണ്, വാങ്ങിക്കണോ വേണ്ടേ, ഞാനിതിട്ട മീൻസ് വാങ്ങിച്ചാൽ ഇത് ഇടുമോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെയാണ്. സോ ഫസ്റ്റ് വൺ ഇതാണ്. ഇത് ഓക്കെ ആണ്. സെക്കൻഡ് വൺ അതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തേർഡ് വൺ ആണ് എൻ്റെ ഫേവറേറ്റ്. ഇതാണ് സെക്കൻഡ് വൺ ആൻഡ് ഇതാണ് അമ്മയുടെ ഫേവറേറ്റ്. ലൈക്ക് അമ്മയ്ക്ക് ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടതാണ് ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഇതാണ് തേർഡ് വൺ. ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ സ്വെറ്റർ ഞാൻ പറഞ്ഞല്ലോ, അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഫുഡ് കഴിക്കുന്നതും പിന്നെ അങ്ങോട്ട് ഉള്ള പർച്ചേസും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ അങ്ങോട്ടുള്ള പർച്ചേസ് അങ്ങനെ കാര്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല വാങ്ങിച്ചത്. സോ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഫോണിൽ ചാർജില്ലായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സോ ചാർജില്ല. മീൻസ് ഞാൻ കറപറ അങ്ങനെ വീഡിയോസ് എടുക്കുന്നു, സ്റ്റോറി ഇടും, ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യും. മീൻസ് അമ്മയുടെ ഹെയർ സർവീസ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തല്ലോ. സോ ഇനി നിങ്ങൾ ബാക്കിയാണ്. അപ്പം ഇന്നത്തെ വളരെ ഒരു ഹെക്റ്റിക് ഡേ ആയിരുന്നു. ഈ ഫോൺ ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ കണ്ണാടിയിലാണ് വെച്ചിട്ടുള്ളത്. സോറി, അഡ്ജസ്റ്റ് ചെയ്യണം. ബിക്കോസ് ഐ എം ടു ടയേർഡ്. രാവിലെ ഇറങ്ങിയതാണ്. മുടി വെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ മുടി വെട്ടി. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ബാക്ക് ലെങ്ത്ത് ഒരു പൊടിക്ക് മാത്രമേ കുറച്ചിട്ടുള്ളൂ. ബാക്കി പിന്നെ എൻ്റെ അമ്മ വെട്ടി കൊളാക്കിയതാണ് ഫ്രണ്ട്. സോ ഇത് നമ്മൾ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്തു, ലൈക്ക് എനിക്കൊന്ന് കറക്റ്റ് ചെയ്ത് തന്നു. ബാക്കി ഇടയിൽ കുറച്ച് ലെയേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ അത്രയും മാത്രമാണ് ഈ ഫോണ് കട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാനൊന്ന് ക്യാമറ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യും, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഞാൻ ക്യാമറ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് ഇത് ഓക്കെ ആണ്. എൻ്റെ കോലം ലിപ്സ്റ്റിക്കും ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. ബിക്കോസ് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഹോൾ വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങണം. അതാണ് ഇനി എൻ്റെ അടുത്ത ഒരേ ഒരു ലക്ഷ്യം. AC ഫുൾ ഇതിലിട്ടിട്ടുണ്ട്. സോ ഞാൻ ഉറക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. സോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മെയിൻലി ബോട്ടോക്സ് ചെയ്യാനാണ് പോയത്. സോ അപ്പോൾ ഞാൻ ഇവിടെ ഭയങ്കര പോസ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഹെയർ നല്ല ഓയിലിയാണ്. സോ അതിൻ്റെ കൂടെ എനിക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്കും തോന്നി, അവരും പറഞ്ഞു. അപ്പം ഞാനൊരു ആൻറ്റി ഡാൻഡ്രഫ് സ്പാ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ് അത്യാവശ്യം
എന്താ പറയുക, നല്ലോണം ടാൻഡാണ്. അപ്പോൾ എനിക്ക് അതും പ്ലസ് ഒരു ക്ലീനപ്പ് ചെയ്യണം. വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും മാറാൻ വേണ്ടി ഒരു ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ വെച്ച് ഒന്ന് മുടി ഒന്ന് വെട്ടി ഷേപ്പ് ആക്കാം, ലെങ്ത്ത് കുറയ്ക്കണം, ജസ്റ്റ് ഒന്ന് മുടി ഹെയർ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കാം. സോ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്, ഹെയറും കട്ട് ചെയ്തു. സോ അതാണ് ഇന്നത്തെ ഒരു ദിവസം. പിന്നെ മെയിനായിട്ട് നമ്മളിന്ന് പോയത് അതിനാണ്. സെക്കൻഡ് തിങ് ഇതിനാണ്, സ്റ്റൈൽ യൂണിയനിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കഴക്കൂട്ടത്താണ് നമ്മൾ ഹെയർ ചെയ്യുന്ന സ്ഥലം. സോ നമ്മളിവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പഴയ വീടിൻ്റെ അവിടെ നടത്താം, പക്ഷേ ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും അതുവരെ പോകുന്ന സ്ഥിതിക്ക് സ്റ്റൈൽ യൂണിയനിലും കൂടെ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. എനിക്കിതിൽ മാക്സി ഡ്രസ്സ് എന്തെങ്കിലും നല്ലത് കിട്ടുമെങ്കിൽ സ്റ്റൈൽ യൂണിയനിൽ വാങ്ങാനായിരുന്നു ആക്ച്വലി ഞാൻ പോയത്. പക്ഷേ എനിക്ക് മാക്സി ഡ്രസ്സും കിട്ടിയില്ല. ഐ ഗോട്ട് സം അനദർ പീസസ്. ആൻഡ് ഓൾസോ സ്റ്റുഡിയോയിലും പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബൂട്ട് വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയത്, പക്ഷേ ഞാൻ ബൂട്ട് വാങ്ങിച്ചില്ല. എൻ്റെ അവിടെ ചെന്നപ്പോൾ എൻ്റെ മൈൻഡ് മാറി. സോ അതുകൊണ്ട് ബൂട്ട് വാങ്ങിച്ചില്ല. ഇത് മെയിനായിട്ട് ഇതിനകത്ത് സ്റ്റൈൽ യൂണിയനിൽ നിന്നും സ്റ്റുഡിയോയിൽ നിന്നും വാങ്ങിച്ച ഐറ്റംസ് ആണ്. സോ 1 by 1 നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. സോ ആദ്യം തന്നെ ഇതാണ്, തിരിഞ്ഞിടക്കാണ്, തിരിച്ചിടാം. ഇത് സ്വെറ്റർ നോട്ടിഫിക്കേഷൻ വരുന്നത് എൻ്റെ ഫോണിൽ. എനിക്ക് വയ്യ, ഞാൻ ഭയങ്കര മെസ്സി ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഭയങ്കര ടയർഡാണ്. ഇപ്പം തന്നെ 10-11 മണിയായിട്ടുണ്ട്. സോ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. രാവിലെ ഞാൻ നേരത്തെ എണീറ്റു, കാരണം ഇന്നലെ ഉറങ്ങിയപ്പോൾ 4:30 മോർണിംഗ് വെളുപ്പിന്. എന്നിട്ട് ഞാൻ രാവിലെ എണീറ്റു. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, തലവേദനയുണ്ട്, പീരിയഡ്സ് ആണ്. സോ എല്ലാം കൊണ്ടും വളരെ അടിപൊളി ആയതുകൊണ്ട് വേഗം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു സ്വെറ്റ് ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പ്, ഇത് മെയിൻലി ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. ആരാണാവോ ഇങ്ങനെ മെസ്സേജ് ഇതൊക്കെ. ഓക്കെ, ഇനി വരില്ല എന്ന് പ്രതീക്ഷിക്കും. ഇനി വന്നാൽ ഞാൻ മ്യൂട്ട് ചെയ്യാം. സോ ഈ ഒരു സ്വെറ്റ് ഷർട്ട്, ഇതൊരു ഗ്രേ കളറാണ്. ഞാൻ കുറേ ഇട്ട് നോക്കിയതിൽ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. എൻ്റെ മനസ്സിൽ എനിക്ക് ജാക്കറ്റ് വേണമെന്നാണ്. അതാകുമ്പം ജാക്കറ്റ് ആകുമ്പോൾ നമുക്കത് ഊരിയിട്ട് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് മാറ്റാൻ പറ്റുമല്ലോ. ചൂടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഊരിയിടാൻ പറ്റും അതൊരു ടാങ്ക് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഇതങ്ങനെ അല്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. 899 എന്തോ ആണ് ഇതിന്. യെസ്, 899 ആണ് ഈ ഒരു സ്വെറ്ററിൻ്റെ പ്രൈസ്. ഇത് സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചത്. അടുത്ത് കുറച്ച് ബാക്കിലോട്ട് ഇരിക്കാം. അപ്പം എനിക്കിങ്ങനെ ഇവിടെ വെച്ചെടുത്ത് കാണിച്ചു തരാമല്ലോ. ഈ ഒരു സോക്സിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തണുത്താൽ കാലിലിടാനും. കാണാം, ഇതെന്തത് നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു സോക്സ് പ്രിന്റ്. സോ അത് പിന്നെ വാങ്ങിച്ചത് ഇങ്ങനത്തെ ഒരു വലിയൊരു ക്ലിപ്പ് വാങ്ങിച്ചു. ഇതും സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചത്. ഇതാകുമ്പോൾ എൻ്റെ എല്ലാ ഹെയറും അതിലങ്ങോട്ട് ഇരിക്കും. പിന്നെ വൈദ്യുതി എൻ്റെ ഹെയർ കട്ട് എങ്ങനെയാണെന്ന് പറയാം. ലെങ്ത് ഒട്ടും കുറച്ചിട്ടില്ല, അല്ലാണ്ട് മാത്രമാണ് കട്ട് ചെയ്തത്. ആൻഡ് ബില്ല് അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഒരു ബ്രൗൺ ബെൽറ്റ് വാങ്ങിച്ചു. എൻ്റെ ഓൾറെഡി ഒരു ബെൽറ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ സൈസ് കറക്റ്റ് അല്ല. അപ്പം ഒരു ബ്രൗൺ എനിക്ക് നല്ലൊരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. സോ ഒരു ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ വെയിറ്റിൽ കുറച്ചൊക്കെ ലൂസായി. സോ എൻ്റെ പഴയ കുറേ ജീൻസൊക്കെ എന്താ പറയുക, എനിക്ക് ടൈറ്റായി തുടങ്ങി. സോ ഞാനൊരു പുതിയ ബെൽറ്റ് വാങ്ങിച്ചു യൂസ് ചെയ്യാൻ വേണ്ടി, ഒരു ബ്രൗൺ ബെൽറ്റ്. ഇത് യു സ്റ്റൈലെന്ന് ഇതിൻ്റെ പേര് സ്റ്റൈൽ യൂണിയൻ, സ്റ്റൈൽ യൂണിയൻ എന്നാണ് അത് വാങ്ങിച്ചത്. ആൻഡ് ഇത് സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചത്. ഇത് റിങ്സിൻ്റെ സെറ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ വെട്ടം കൂടിയിട്ടായിരിക്കും. ഇതൊരു റിങ്സിൻ്റെ സെറ്റാണ്. ഇതൊക്കെ ഞാൻ ടൂർ പോകുന്നതിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ ഇത് സ്റ്റൈൽ യൂണിയൻ എന്ന് വാങ്ങിച്ചതാണ്. ഒരു ബ്രൗൺ കളർ നെയിൽ പോളിഷ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ബിലോ 100 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതും സ്റ്റൈൽ യൂണിയൻ എന്ന് വാങ്ങിച്ചതാണ്. ഒരു ജേഴ്സി ടീഷർട്ട്, അങ്ങനെയല്ലേ എന്ന് പറയുന്നത്. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ പറയുന്നത് ഇതിട്ടിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകണത്. പക്ഷേ ഇപ്പോൾ ജേഴ്സി ടീഷർട്ട് അത്യാവശ്യം ട്രെൻഡാണല്ലോ. സോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻ്റെ അനിയൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇത് കുറച്ചുകൂടെ സോഫ്റ്റാണ്, അപ്പം നമുക്ക് ഇടാൻ പറ്റും. അപ്പം ഞാൻ വെച്ചു ട്രിപ്പ് പോകുന്നതിന് അന്ന് ഇത് ഇടാമെന്ന്. ഇത് 499 ആണ്. എല്ലാത്തിൻ്റെ പ്രൈസ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിന് 99 ആൻഡ് ഇതിന് 79. പറയാതെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. അടുത്ത് വാങ്ങിച്ചത് ഈ ഒരു കമ്മലാണ്. ഇതും സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് 99 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്ത് ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതാണ്. അമ്മയ്ക്ക് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ടോപ്സ് ഒക്കെ ഇടുന്നതാണ് ഇഷ്ടം. ഇതിന് വെസ്റ്റ് കോട്ട് എന്നല്ലേ പറയുന്നത്. യെസ്, ഈ പെർട്ടിക്കുലർ പാറ്റേൺ എനിക്കില്ല. സോ ഐ ഓൾസോ ലൈക്ക് ഇറ്റ്. ഇത് ബ്ലാക്ക് കളറാണ്. സോ അത് പറഞ്ഞാൽ വാങ്ങിച്ചു. ആൻഡ് ഐ ഗോട്ട് എ വെരി പ്രിട്ടി ഒരു ഡെനിം കിട്ടി.
ഒരു ബ്ലാക്ക് ഡെനിം. എനിക്കങ്ങനെ ബ്ലാക്ക് ഡെനിംസ് ഇല്ല. സോ ഈ ഒരു ഡെനിം വാങ്ങിച്ചു. ഇത് കറക്റ്റ് പെർഫെക്റ്റ് എൻ്റെ ഫിറ്റാണ്. സോ എൻ്റെ എഡിറ്റിലും എൻ്റെ സൈസ് വരുന്നത് 28 ആണ്. പക്ഷെ എനിക്ക് 28 എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്ക് നമ്മൾ ഹൈ വേസ്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ബാക്ക് ഭാഗം ലൂസായിട്ട് കിടക്കും. എൻ്റെ വേസ്റ്റ് എനിക്ക് എൻ്റെ ഒരു കേർവ്ഡ് ബോഡിയാണ്. സോ അപ്പം എൻ്റെ ഹിപ്പിൻ്റെ അവിടെ കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് 28 എടുക്കുന്നതായിരുന്നു പെർഫെക്റ്റ്. അതർവൈസ് എൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 26 ആണ്. 27 ആണ് എൻ്റെ പെർഫെക്റ്റ് സൈസ്. സോ അത് കിട്ടി. മോസ്റ്റ് ഓഫ് ഇതിൽ നമുക്ക് 26, 28, 30, 32 അങ്ങനെയാണല്ലോ പോകുന്നത്. സോ യെസ്, ഈ ഒരു ഇതൊക്കെ നമ്മൾ അന്ന് ട്രിപ്പിൻ്റെ അന്ന് ഇടുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് എന്താണെന്നറിയോ, ഇതിങ്ങനത്തെ ഒരു സ്ലിപ്പാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ പാഡഡ് ആയിട്ടുള്ള സ്ലിപ്പ് ആണ്. നമുക്കിങ്ങനെ ഷിമ്മി എന്നൊക്കെ പറയാം, ഷിമ്മിയുടെ ബട്ട് പാഡ് ഉണ്ട് അതിൽ. കണ്ടോ, ഇങ്ങനെ ഇടാൻ പറ്റും. ഇത് നമുക്ക് എന്താ പറയുക, ചുമ്മാ ഇത് മാത്രമായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഇടുമ്പോൾ ആണെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ അടിയിലിടാം, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഇതിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ജാക്കറ്റ് ഇട്ട് സ്റ്റൈലും, അങ്ങനെ എന്ത് രീതിയിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇത് ഷിമ്മിയുടെ പാഡുള്ള പോർഷൻ. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. സ്റ്റൈലിൽ നിന്ന് സ്റ്റുഡിയോന്നുമാണ് വാങ്ങിച്ചത്. ആൻഡ് അമ്മയെ വാങ്ങിച്ചിട്ടുണ്ടാകും, അതെല്ലാം അമ്മയ്ക്ക് കൊടുത്തു. ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് ഇപ്പം ഇതിനകത്ത് കാണിച്ചിരുന്നത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. വളരെ കുട്ടി ഒരു ഹോളായിരിക്കും, വളരെ കുട്ടിയൊരു വീഡിയോ ആയിരിക്കും. സോ നാളെ ഇനിയിപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട്, പക്ഷേ ഞാൻ പോകുന്നില്ല. ടൂറെല്ലാം അനൗൺസ് ചെയ്തു. ടൂറിൻ്റെ എല്ലാം പ്രിപ്പറേഷൻസ് ആലേക്ക് ഇനി വളരെ കുറച്ച് ദിവസമുണ്ട്. എനിവേ ഓക്കെ, അപ്പം അതിൻ്റെ വീഡിയോസ് എല്ലാം ഇനി വരുന്നതായിരിക്കും. സോ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.